ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇടതു സർക്കാരിനെയും CPM-ന്റെയും രൂക്ഷമായി വിമർശിച്ച് ഇടതു സഹയാത്രികർ പോലും രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരാധകനായ യാക്കോബായ സഭാനിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മുതൽ ഇടതുപക്ഷ മനസ്സുള്ള ചലച്ചിത്ര സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ വരെ ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്നാണ് ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPM എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയത് അടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമൂഹിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനം ആണ്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ ആയിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടതു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. മാർ കൂറിലോസ് വളരെ സ്പഷ്ടമായി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വളരെ കാവ്യാത്മകമായിട്ടാണെങ്കിലും ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് B. ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിക്കൊണ്ടിരിക്കുന്നു. നടൻ സിദ്ദിഖ് ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. തിരുത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ തിരുത്തുകളെ തന്നെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ചില തിരുത്തലുകളുണ്ട്, അവ ആരംഭിക്കുന്നത് പോലുമില്ല. ഇതാണ് ഉണ്ണികൃഷ്ണൻ B.യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കുറവാണ് ഇത്തവണ ഇടതുപക്ഷത്തിനുണ്ടായത്. എന്നാൽ അതിനെയും ന്യായീകരിക്കാനും നഷ്ടമുണ്ടായത് UDF-നാണെന്ന് വരുത്താനുമുള്ള ശ്രമങ്ങളാണ് ഇടതു കേന്ദ്രങ്ങൾ നടത്തുന്നത്. 2019-ലും CPM-ന് ഒരു സീറ്റേ ഉണ്ടായുള്ളൂ. അത് ഇത്തവണയുമുണ്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJP പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നഷ്ടമുണ്ടായത് UDF-നാണെന്നാണ് CPM സൈബർ സഖാക്കൾ വിശദീകരിക്കുന്നത്. ഇതിനിടെയാണ് മാർ കൂറിലോസിന്റെയും B. ഉണ്ണികൃഷ്ണന്റെയും ഈ വിമർശനങ്ങൾ. സ്വന്തം പാളയത്തിൽ തന്നെയുള്ളവർ വിമർശനങ്ങളായെത്തുമ്പോഴെങ്കിലും അവർക്ക് സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കാതെ സഖാക്കൾ ആഴത്തിലുള്ള തിരുത്തലുകളിലേക്ക് കടക്കുമെന്ന് വെറുതെയെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം. പ്രത്യാശയാണല്ലോ ജീവിതത്തെ പ്രസാദാത്മകമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.